Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. വൺസ് അപ്പോൺ എ ടൈം പണ്ടൊരിക്കൽ ഇൻ എ സ്മോൾ ടൗൺ ഒരു ചെറിയ പട്ടണത്തിൽ നെസൽഡ് എമംഗ് റോളിംഗ് ഹിൽസ് എന്നാൽ ഉരുണ്ട് കിടക്കുന്ന കുന്നുകൾ എന്നുള്ള അർത്ഥമാണ്. ചെരിവുള്ള പച്ചക്കുന്നുകൾ ഇതൊക്കെയാണ് അർത്ഥം. റോളിംഗ് ഹിൽസ്. നെസൽഡ് എന്നാൽ മനോഹരമായി ശാന്തമായി ഒതുങ്ങി സ്ഥിതി ചെയ്യുന്ന ഇതാണ് അർത്ഥം. എമംഗ് എന്നാൽ അതിനിടയിൽ. ഉരുണ്ട് കിടക്കുന്ന പച്ചക്കുന്നുകൾക്കിടയിൽ മനോഹരമായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണം. ലിവ്ഡ് അവിടെ ജീവിച്ചിരുന്നു എ യങ് ഗേൾ ഒരു പെൺകുട്ടി നെയ്മഡ് മായ എന്ന പേരുള്ള. ഉരുണ്ട് കിടക്കുന്ന പച്ചക്കുന്നുകൾക്കിടയിൽ മനോഹരമായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ പട്ടണത്തിൽ പണ്ടൊരിക്കൽ മായ എന്ന പേരുള്ള ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു. മായ വാസ് എ ചിയർഫുൾ ആൻഡ് ഒപ്റ്റിമിസ്റ്റിക് ചൈൽഡ്. ചിയർഫുൾ എന്നാൽ അർത്ഥം ഉത്സാഹഭരിതമായ എന്നുള്ള അർത്ഥമാണ്. ഒപ്റ്റിമിസ്റ്റിക് എന്നാൽ ശുഭപ്രതീക്ഷയുള്ള, ശുഭാപ്തി വിശ്വാസമുള്ള ഇതൊക്കെയാണ് അർത്ഥം. കാര്യങ്ങൾ പോസിറ്റീവായിട്ട് കാണുന്ന. മായ എപ്പോഴും സന്തോഷത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും ജീവിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു. ചിയർഫുൾ എന്നാൽ സന്തോഷവതി, പ്രസന്ന സ്വഭാവമുള്ള. ഒപ്റ്റിമിസ്റ്റിക് പ്രത്യാശയുള്ള, ശുഭാപ്തി വിശ്വാസമുള്ള. മായ ഹു വാസ് ഓൾവേസ് സോ ദ ബ്രൈറ്റ് സൈഡ് ഓഫ് ദ ലൈഫ്. മായ എപ്പോഴും സോ കണ്ടിരുന്നത്, ദ ബ്രൈറ്റ് സൈഡ് ഓഫ് ദ ലൈഫ്. മായ എപ്പോഴും ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിൻ്റെ നല്ല വശമായിരുന്നു കണ്ടിരുന്നത്. ബ്രൈറ്റ് സൈഡ് എന്നാൽ ഒരു സാഹചര്യത്തിലെ നല്ലതോ പ്രത്യാശ നൽകുന്നതോ ആയ വശം. ഷീ ലിവ്ഡ് അവൾ ജീവിച്ചിരുന്നത് വിത്ത് ഹെർ പാരൻസ് അവളുടെ മാതാപിതാക്കളുടെ കൂടെയായിരുന്നു അവൾ ജീവിച്ചിരുന്നത്. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ശർമ്മ ഇൻ എ കോസി ലിറ്റിൽ ഹൗസ് അറ്റ് ദി എഡ്ജ് ഓഫ് ടൗൺ. അവൾ തൻ്റെ മാതാപിതാക്കളായ ശ്രീ ശർമ്മയുടെയും ശ്രീമതി ശർമ്മയുടെയും കൂടെ പട്ടണത്തിൻ്റെ അറ്റത്തുള്ള മനോഹരവും സുഖപ്രദവുമായ ഒരു ചെറിയ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ലിവ്ഡ് വിത്ത് എന്നാൽ കൂടെ താമസിച്ചു എന്നുള്ള അർത്ഥമാണ്. പാരൻസ് മാതാപിതാക്കൾ. കോസി എന്നാൽ സൗകര്യമുള്ള. അറ്റ് ദി എഡ്ജ് ഓഫ് ടൗൺ എന്നാൽ പട്ടണത്തിൻ്റെ അറ്റത്തുള്ള, പട്ടണത്തിൻ്റെ അതിർത്തിയിൽ. മായയുടെ ദിനങ്ങൾ വേർ ഫിൽഡ് വിത്ത് ലാഫ്റ്റർ, പ്ലേ ആൻഡ് എക്സ്പ്ലോറേഷൻ. എക്സ്പ്ലോറേഷൻ എന്നാൽ അർത്ഥം പര്യവേക്ഷണം, സൂക്ഷ്മ പരിശോധന ഇതൊക്കെയാണ് അർത്ഥം. രാജ്യാന്വേഷണ സഞ്ചാരം, കണ്ടുപിടുത്തത്തിനുള്ള വേണ്ടിയുള്ള സഞ്ചാരം. അവളുടെ ജീവിതം ചിരിയും കളിയും ചുറ്റുപാടുകൾ അന്വേഷിച്ചറിയാനുള്ള സന്തോഷവും കൊണ്ട് നിറഞ്ഞതായിരുന്നു. ഹെർ ഡേയ്സ് എന്നാൽ അവളുടെ ദിനങ്ങൾ, വേർ ഫിൽഡ് വിത്ത് എന്നാൽ നിറഞ്ഞിരുന്ന, ലാഫ്റ്റർ എന്നാൽ ചിരി, പ്ലേ എന്നാൽ കളി, എക്സ്പ്ലോറേഷൻ പര്യവേക്ഷണം, പുതിയ കാര്യങ്ങൾ അന്വേഷിച്ചറിയൽ. ഷീ ലവ്ഡ് നത്തിങ് അവൾ ഒന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല, മോർ ദാൻ റണ്ണിങ് ത്രൂ ദ ഫീൽഡ്സ് വയലുകളിൽ ഓടിക്കളിക്കുന്നതിലുപരി അവൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല, അതിൽ കൂടുതലായിട്ട് അവൾ മറ്റൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ചേസിങ് ബട്ടർഫ്ലൈസ് ചിത്രശലഭങ്ങളെ പിന്തുടരൽ. ആൻഡ് ലിസണിങ് ടു ദ ബേർഡ് സിംഗ് പക്ഷികളുടെ പാട്ട് കേൾക്കൽ. അതുപോലെ വയലുകളിലൂടെ ഓടൽ. ഇതിലും മുകളിലായിട്ട് അവൾ മറ്റൊന്നും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ബട്ട് വൺ ഡേ പക്ഷെ ഒരു ദിവസം എവരിതിങ് ചേഞ്ച്ഡ് എല്ലാം മാറിമറിഞ്ഞു. ഇറ്റ് വാസ് മൺഡേ മോർണിംഗ് ഒരു ദിവസം തിങ്കളാഴ്ച രാവിലെ. ആൻഡ് മായ വോക്കപ്പ് മായ ഉറക്കമുണർന്നു. ഫീലിംഗ് അൻവെൽ എന്നാൽ സുഖമില്ലാത്ത അവസ്ഥ എന്നുള്ള അർത്ഥമാണ്. ഫീലിംഗ് അൻവെൽ അസ്വസ്ഥത അനുഭവപ്പെട്ടുകൊണ്ട്. ഒരു ദിവസം തിങ്കളാഴ്ച രാവിലെ മായ അസ്വസ്ഥതയോടെ കൂടെ ഉറക്കമുണർന്നു. വോക്കപ്പ് എന്നാൽ ഉറക്കമുണർന്നു. ഷീ ഹാഡ് എ ഫീവർ എന്നാൽ പനി എന്നുള്ള അർത്ഥം. അവൾക്ക് പനി ഉണ്ടായിരുന്നു. എ റണ്ണി നോസ് ആൻഡ് എ സോർ ത്രോട്ട്. റണ്ണി നോസ് എന്നാൽ മൂക്കൊലിപ്പ്, ജലദോഷം. സോർ ത്രോട്ട് എന്നാൽ തൊണ്ടവേദന. അവൾക്ക് പനിയും മൂക്കൊലിപ്പും തൊണ്ടവേദനയും ഉണ്ടായിരുന്നു. ഷീ ട്രൈഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ബെഡ് അവൾ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ബട്ട് ഹെർ ബോഡി ഫെൽറ്റ് ഹെവി ആൻഡ് വീക്ക്. ഫെൽറ്റ് ഹെവി എന്നാൽ ഭാരം തോന്നി എന്നുള്ള അർത്ഥം. വീക്ക് എന്നാൽ ക്ഷീണിച്ച.
എന്നാൽ അവൾ കിടക്കയിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ ശരീരത്തിന് ഭാരവും ക്ഷീണവും തോന്നി. മായാസ് പേരൻസ്, മായയുടെ മാതാപിതാക്കൾ, റഷ്ഡ് ഹർ ടു ദ ഡോക്ടർ. റഷ്ഡ് എന്നാൽ പെട്ടെന്ന്. മായയുടെ മാതാപിതാക്കൾ അവളെ പെട്ടെന്ന് ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അദ്ദേഹം ഡോക്ടർ ഹു ഡയഗ്നോസ്ഡ് ഹർ വിത്ത് ദ ഫ്ലൂ. ഡയഗ്നോസ് എന്നാൽ ലക്ഷണം നോക്കി രോഗം നിർണ്ണയിക്കുക എന്നുള്ള അർത്ഥമാണ്. അവൾക്ക് പനിയാണെന്ന്, ഫ്ലൂ എന്നാൽ പനി, അവൾക്ക് പനിയാണെന്ന് ഡോക്ടർ ലക്ഷണങ്ങൾ കൊണ്ട് നിർണ്ണയിച്ചു. മായ ഫെൽറ്റ് മിസറബിൾ ആസ് ഷീ ലേ ഇൻ ബെഡ്. ഫെൽറ്റ് മിസറബിൾ എന്നാൽ അർത്ഥം വിഷമം തോന്നി എന്നുള്ള അർത്ഥമാണ്. ആസ് ഷീ ലേ ഇൻ ബെഡ്, കിടക്കയിൽ കിടന്ന സമയത്ത് എന്നുള്ള അർത്ഥമാണ്. കിടക്കയിൽ കിടന്നുകൊണ്ടിരിക്കെ മായയ്ക്ക് വളരെ സങ്കടം തോന്നി, ദുഃഖവും അസ്വസ്ഥതയും അനുഭവപ്പെട്ടു. അനേബിൾ ടു പ്ലേ, അനേബിൾ എന്നാൽ സാധ്യമാകാതിരിക്കുക. അനേബിൾ ടു പ്ലേ, കളിക്കാൻ സാധിക്കുകയില്ല. ഓർ എൻജോയ് ഹെർ ഫേവററ്റ് ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റീസ് എന്നാൽ പ്രവൃത്തികൾ, ഫേവററ്റ് എന്നാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട. അവൾക്ക് കളിക്കാൻ സാധിക്കുകയില്ല, അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ അവൾക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ല. ആയതുകൊണ്ട് മായക്ക് ദുഃഖം തോന്നി. കിടക്കയിൽ ആയിരിക്കെ മായക്ക് ദുഃഖം തോന്നി. ഡേയ്സ് പാസ്റ്റ്, ദിവസങ്ങൾ കഴിഞ്ഞുപോയി. മായാസ് കണ്ടീഷൻ, മായയുടെ സ്ഥിതി ഡിഡിൻറ്റ് ഇംപ്രൂവ്. ഇംപ്രൂവ് എന്നാൽ പുരോഗതിപ്പെടുക. മായയുടെ അവസ്ഥ പുരോഗതി പ്രാപിച്ചില്ല, അവളുടെ അസുഖം ഭേദമായില്ല. ഷീ മിസ്ഡ് സ്കൂൾ, അവൾക്ക് സ്കൂൾ മിസ് ചെയ്തു. ഹെർ ഫ്രണ്ട്സ്, അവളുടെ സുഹൃത്തുക്കളെ മിസ് ചെയ്തു. ആൻഡ് ദ സിമ്പിൾ ജോയ്സ് ഓഫ് എവരിഡേ ലൈഫ്, അവൾക്ക് അവളുടെ സ്കൂളിനെയും സുഹൃത്തുക്കളെയും ദൈനംദിന ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളെയും ഏറെ മിസ് ചെയ്തു. സിമ്പിൾ ജോയ്സ് എന്നാൽ ദൈനംദിന ജീവിതത്തിലെ സന്തോഷങ്ങൾ, ചെറിയ സന്തോഷങ്ങൾ. സിമ്പിൾ ജോയ്സ് ഓഫ് എവരിഡേ ലൈഫ്, ദൈനംദിന ജീവിതം. സിമ്പിൾ ജോയ്സ്, ലളിതമായ സന്തോഷങ്ങൾ, ചെറിയ ചെറിയ സന്തോഷങ്ങൾ. ആസ് ദ ഡേയ്സ് ടേൺഡ് ഇൻ ടു വീക്സ്, ദിവസങ്ങൾ ആഴ്ചകളായി മാറിയപ്പോൾ. മായാസ് ഇൽനെസ്, മായയുടെ അസുഖം. ഇൽനെസ് എന്നാൽ അസുഖം, മായയുടെ രോഗം. ടുക്ക് എ ടോൾ ഓൺ ഹെർ ഫാമിലി ടു, ദിവസങ്ങൾ ആഴ്ചകളായി മാറി. മായയുടെ അസുഖം അവരുടെ കുടുംബത്തെയും സാരമായി ബാധിച്ചു. ടുക്ക് എ ടോൾ ഓൺ, ഇതിനർത്ഥം സാരമായി ബാധിച്ചു എന്നുള്ള അർത്ഥമാണ്. ടേക്ക് എ ടോൾ ഓൺ എന്നതിൻ്റെ പാസ്റ്റാണ് ടുക്ക് എ ടോൾ ഓൺ. സാരമായി ബാധിച്ചു, കനത്ത പ്രത്യാഘാതമുണ്ടാക്കി. ഫാമിലി ടു, കുടുംബത്തെയും. ഹെർ പാരൻസ്, അവളുടെ മാതാപിതാക്കൾ. വറീഡ് അബൌട്ട്, വിഷമിച്ചു, അതിനെക്കുറിച്ച് വിഷമിച്ചു. എബൌട്ട് ഹെർ ഹെൽത്ത് ആൻഡ് സ്ട്രഗിൾ ടു ബാലൻസ് ടേക്കിംഗ് കെയർ ഓഫ് ഹെർ വിത്ത് ദെയർ അതർ റെസ്പോൺസിബിലിറ്റീസ്. വറീഡ് അബൌട്ട് എന്നാൽ ആശങ്കപ്പെട്ടു എന്നുള്ള അർത്ഥം. അതിനെക്കുറിച്ച് ആശങ്കപ്പെട്ടു, ആരോഗ്യത്തെക്കുറിച്ചും സന്തുലിതമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. സ്ട്രഗിൾ ടു ബാലൻസ്. ടേക്കിംഗ് കെയർ ഓഫ് ഹെർ എന്നാൽ അവളെ പരിചരിക്കുക, ശുശ്രൂഷിക്കുക. അതർ റെസ്പോൺസിബിലിറ്റീസ് എന്നാൽ മറ്റ് ഉത്തരവാദിത്തങ്ങൾ. അവളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് മാതാപിതാക്കൾ ആശങ്കയിലായി. അവളെ പരിചരിക്കുന്നതിനും മറ്റ് കുടുംബ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിനും ഇടയിൽ അവർ ഏറെ പ്രയാസപ്പെട്ടു. ദ മെഡിക്കൽ ബിൽസ്, ആശുപത്രി ബില്ലുകൾ. പൈൽഡപ്പ് എന്നാൽ കുന്നുകൂടുക എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ പാസ്റ്റാണ് പൈൽഡപ്പ്. ചികിത്സാ ചിലവുകളുടെ ബില്ലുകൾ കുന്നുകൂടി എന്നാണ് അർത്ഥം. മെഡിക്കൽ ബിൽസ്, ചികിത്സാ ബില്ലുകൾ, ആശുപത്രിയിലെ ബില്ലുകൾ. പൈൽഡപ്പ്, കുന്നുകൂടി, വർദ്ധിച്ചു. പുട്ടിങ് എ സ്ട്രെയിൻ ഓൺ ദെയർ ഫൈനാൻസ്, അത് അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് വലിയ സമ്മർദ്ദം സൃഷ്ടിച്ചു. പുട്ടിങ് എ സ്ട്രെയിൻ ഓൺ എന്നാൽ സമ്മർദ്ദം സൃഷ്ടിക്കുക, ഭാരമായി ബാധിക്കുക. ഫൈനാൻസസ് എന്നാൽ സാമ്പത്തിക സ്ഥിതി. ടു മേക്ക് മാറ്റേഴ്സ് വേഴ്സ് എന്നാൽ ചീത്തയായ, മോശമായ, ഇതൊക്കെയാണ് അർത്ഥം. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിക്കൊണ്ട്, കൂടുതൽ കാര്യങ്ങൾ വളരെ മോശമായി. അതായത് ഒരു മോശം സാഹചര്യത്തിന് പിന്നാലെ മറ്റൊരു പ്രശ്നം ഉണ്ടായി എന്നാണ് അർത്ഥം. ടു മേക്ക് മാറ്റേഴ്സ് വേഴ്സ്. മിസ്റ്റർ ശർമ്മ ലോസ്റ്റ്, മിസ്റ്റർ ശർമ്മക്ക് നഷ്ടമായി ഹിസ് ജോബ്, അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടമായി. അവളുടെ അച്ഛന് ശർമ്മക്ക് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടമായി. അൺഎക്സ്പെക്റ്റഡ്ലി എന്നാൽ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹത്തിന് നഷ്ടമായി. ലീവിങ് ദ ഫാമിലി ഫേസിങ് ഫൈനാൻഷ്യൽ അൺസർട്ടനിറ്റി,
അൺസർട്ടനിറ്റി എന്നുള്ള അർത്ഥം അസ്ഥിരത എന്നുള്ള അർത്ഥമാണ്, അനിശ്ചിതത്വം. അതുമൂലം കുടുംബത്തിന് സാമ്പത്തിക അനിശ്ചിതത്വം നേരിടേണ്ടി വന്നു. ഫേസ് എന്നാൽ നേരിടുക, ഫൈനാൻഷ്യൽ അൺസർട്ടനിറ്റി സാമ്പത്തികമായിട്ടുള്ള അനിശ്ചിതത്വം. വിത്ത് നോ ഇൻകം കമ്മിങ് ഇൻ വരുമാനമൊന്നും ലഭിക്കാതെ. ദേ സ്ട്രഗിൾഡ് അവർ കഷ്ടപ്പെട്ടു. ടു മേക്ക് എൻഡ്സ് മീറ്റ്. മേക്ക് എൻഡ്സ് മീറ്റ് എന്നാൽ ഉപജീവനത്തിനുള്ള ചിലവുകൾ നിറവേറ്റുക എന്നുള്ള അർത്ഥമാണ്. ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കുക ഇതൊക്കെയാണ് അർത്ഥം. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. സ്ട്രഗിൾഡ് എന്നാൽ ബുദ്ധിമുട്ടി. വിത്ത് നോ ഇൻകം കമ്മിങ് വരുമാനമൊന്നും ലഭിക്കാത്തതുകൊണ്ട്. വരുമാനം ഒന്നും ലഭിക്കാതിരുന്നതിനാൽ ദൈനംദിന ചെലവുകൾ നിറവേറ്റാൻ അവർ ഏറെ ബുദ്ധിമുട്ടി. ആൻഡ് ദ സ്ട്രെസ് വെയ്ഡ് ഹെവിലി ഓൺ എവ്രി വൺ. ആ മാനസിക സമ്മർദ്ദം എല്ലാവരെയും വളരെയധികം ബാധിച്ചു. സ്ട്രെസ് എന്നാൽ മാനസിക സമ്മർദ്ദം, വിഷമം. വെയ്ഡ് ഹെവിലി ഓൺ വളരെയധികം ബാധിച്ചു. എവ്രി വൺ എന്നാൽ എല്ലാവരെയും. മായ ഫെൽറ്റ് ഗിൽറ്റി ഫോർ കോസിങ് ഹെർ ഫാമിലി സോ മച്ച് ട്രബിൾ. തൻ്റെ കാരണം കൊണ്ട് കുടുംബത്തിന് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നതിൽ മായയ്ക്ക് കുറ്റബോധം തോന്നി. ഫെൽറ്റ് എന്നാൽ തോന്നി, ഫെൽറ്റ് ഗിൽറ്റി കുറ്റബോധം തോന്നി. ഗിൽറ്റി എന്നാൽ കുറ്റബോധം. കോസിങ് എന്നാൽ കാരണമായതിൽ. സോ മച്ച് ട്രബിൾ എന്നാൽ ഇത്രയധികം ബുദ്ധിമുട്ട്, വലിയ കഷ്ടപ്പാട്. ഷീ ലോങ്ഡ് ടു ബി ഹെൽത്തി അഗെയിൻ വീണ്ടും ആരോഗ്യമുള്ളവളാകാൻ അവൾ അതിയായി ആഗ്രഹിച്ചു. ലോങ്ഡ് എന്നാൽ ഇവിടെ അർത്ഥം അതിയായി ആഗ്രഹിച്ചു എന്നുള്ള അർത്ഥമാണ്. ലോങ് എന്നതിനർത്ഥം ഇവിടെ അർത്ഥം ആഗ്രഹിക്കുക എന്നുള്ള അർത്ഥമാണ്. ഷീ ലോങ്ഡ് അവൾ ആഗ്രഹിച്ചു. ടു ബി ഹെൽത്തി അഗെയിൻ വീണ്ടും ആരോഗ്യവതിയായിരിക്കാൻ. ടു ഹെൽപ്പ് ഹെർ പേരൻസ് അവളുടെ മാതാപിതാക്കളെ സഹായിക്കാൻ അവൾ ആഗ്രഹിച്ചു. ആൻഡ് ടു റിട്ടേൺ ടു ഹെർ നോർമൽ ലൈഫ് അവളുടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവൾ ആഗ്രഹിച്ചു. ബട്ട് ദ ഡേയ്സ് ഡ്രാഗ്ഡ് ഓൺ. ഡ്രാഗ് ഓൺ എന്നാൽ നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ള അർത്ഥം. അതിൻ്റെ പോസ്റ്റാണ് ഡ്രാഗ്ഡ് ഓൺ. എന്നാൽ ദിനങ്ങൾ നീട്ടിക്കൊണ്ടുപോയി, ദിവസങ്ങൾ അവളുടെ അവസ്ഥയെ നീട്ടിക്കൊണ്ടുപോയി. ഇൽനെസ് എന്നാൽ അസുഖം. നെവർ എൻഡിങ് എന്നാൽ ഒരിക്കലും അവസാനിക്കാത്ത. എന്നാൽ ദിവസങ്ങൾ വളരെ പതുക്കെ കടന്നുപോയി. അവളുടെ അസുഖം അവസാനമില്ലാതെ നീളുന്നതായി തോന്നി. സീംഡ് എന്നാൽ ഇവിടെ അർത്ഥം തോന്നി എന്നുള്ള അർത്ഥം. സീംഡ് നെവർ എൻഡിങ് ഒരിക്കലും അവസാനിക്കാത്തതുപോലെ. വൺ ഡേ ഒരു ദിവസം. ആസ് മായ ലേ ഇൻ ബെഡ് മായ കിടക്കയിൽ കിടക്കുന്ന സമയത്ത്. ഒരു ദിവസം മായ കിടക്കയിൽ കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഫീലിംഗ് ഹോപ്പ്ലെസ് ആൻഡ് ഡിഫീറ്റഡ്. ഫീലിംഗ് ഹോപ്പ്ലെസ് എന്നാൽ പ്രത്യാശയില്ലാതെ, പ്രതീക്ഷയില്ലാതെ. ഡിഫീറ്റഡ് എന്നാൽ തോറ്റുപോയതുപോലെ. ഒരു ദിവസം എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ട് തളർന്ന മനസ്സോടെ മായ കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഷീ ഹേർഡ് അവൾ കേട്ടു എ നോക്ക് ഓൺ ദ ഡോർ. ആ സമയത്ത് അവൾ വാതിലിൽ ഒരു മുട്ട് കേട്ടു. നോക്ക് എന്നാൽ മുട്ട്. ഇറ്റ് വാസ് മിസ്സസ് ഗുപ്ത അത് മിസ്സസ് ഗുപ്തയായിരുന്നു. ദെയർ നെയ്ബർ അവരുടെ അയൽവാസിയായിട്ടുള്ള മിസ്റ്റർ ഗുപ്ത. ഫ്രം ഡൗൺ ദ സ്ട്രീറ്റ്. മിസ്സസ് ഗുപ്ത ഹാഡ് ബ്രോട്ട് ഓവർ എ പോട്ട് ഓഫ് ഹോം മെയ്ഡ് സോപ്പ് ആൻഡ് സം കംഫർട്ടിംഗ് വേർഡ്സ് ഫോർ മായ ആൻഡ് ഹെർ ഫാമിലി. ഗുപ്ത മായയ്ക്കും അവരുടെ കുടുംബത്തിനുമായി വീട്ടിൽ തയ്യാറാക്കിയ ഒരു പാത്രം സോപ്പും ആശ്വാസം പകരുന്ന ചില വാക്കുകളും കൊണ്ടുവന്നു. ബ്രോട്ട് എന്നാൽ കൊണ്ടുവന്നു. ഹോംമെയ്ഡ് എന്നാൽ വീട്ടിലുണ്ടാക്കിയ. എ പോട്ട് ഓഫ് ഹോംമെയ്ഡ് സോപ്പ് വീട്ടിൽ തയ്യാറാക്കിയ ഒരു പാത്രം സോപ്പ്. പോട്ട് എന്നാൽ ഇവിടെ പാത്രം എന്നുള്ള അർത്ഥം. കംഫർട്ടിംഗ് വേർഡ്സ് എന്നാൽ ആശ്വാസം പകരുന്ന വാക്കുകൾ. ഫോർ മായ ആൻഡ് ഹെർ ഫാമിലി മായയ്ക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി. മിസ്സിസ് ഗുപ്താസ് കൈൻഡ്നെസ് ലിഫ്റ്റഡ് മായ സ്പിരിറ്റ്സ്. ശ്രീമതി ഗുപ്തയുടെ ദയയും സ്നേഹവും മായയുടെ മനോവീര്യം ഉയർത്തി. കൈൻഡ്നെസ് എന്നാൽ ദയ, ലിഫ്റ്റഡ് എന്നാൽ ഉയർത്തി, സ്പിരിറ്റ് എന്നാൽ മനോവീര്യം. റിമൈൻഡിങ് ഓർമ്മിപ്പിച്ചുകൊണ്ട്. റിമൈൻഡിങ് അവളെ ഓർമ്മിപ്പിച്ചുകൊണ്ട്. ദാറ്റ് ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ് ഈവൻ എന്നാൽ പോലും, ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ പോലും. ദർ ആർ പീപ്പിൾ ആളുകളുണ്ട്. ഹൂ കെയർ ആൻഡ് ആർ വില്ലിംഗ് ടു ഹെൽപ്പ്. വില്ലിംഗ് ടു ഹെൽപ്പ് എന്നാൽ സഹായിക്കാൻ തയ്യാറാവുക. ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ പോലും നമ്മെ കരുതുകയും സഹായിക്കാൻ തയ്യാറാകുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്. ഈ വാക്കുകൾ മായയുടെ മനോവീര്യത്തെ ഉയർത്തി. ഗുപ്തയുടെ ഈ വാക്കുകൾ മനോവീര്യത്തെ ഉയർത്തി. മായ റിയലൈസ്ഡ് മായക്ക് ബോധ്യമായി, മനസ്സിലായി. ദാറ്റ് ഷീ വാസൻറ്റ് അലോൺ എന്നാൽ തനിച്ച്, അവൾ തനിച്ചല്ലെന്ന് അവൾക്ക് മനസ്സിലായി.
ആൻഡ് ദാറ്റ് ഹെർ ഫാമിലി വുഡ് ഗെറ്റ് ത്രൂ ദിസ് ഡിഫിക്കൽട്ട് പീരിയഡ് ടുഗദർ. ടുഗദർ എന്നാൽ ഒരുമിച്ച്, പീരിയഡ് എന്നാൽ ഈ സമയം, ഡിഫിക്കൽട്ട് എന്നാൽ ബുദ്ധിമുട്ട്. ഗെറ്റ് ത്രൂ എന്നാൽ ഇവിടെ തരണം ചെയ്യുക എന്നുള്ള അർത്ഥം. ഗെറ്റ് ത്രൂ തരണം ചെയ്യുക. താൻ ഒറ്റയ്ക്കല്ലെന്നും ഈ പ്രയാസകരമായ ഘട്ടം കുടുംബത്തോടൊപ്പം ചേർന്ന് അതിജീവിക്കാനാകുമെന്നും മായ തിരിച്ചറിഞ്ഞു. ഇൻസ്പയർഡ് ബൈ മിസ്സിസ് ഗുപ്താസ് ജസ്റ്റർ. ശ്രീമതി ഗുപ്തയുടെ സ്നേഹപൂർവമായ പ്രവൃത്തിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട്, ഇൻസ്പയർഡ് ബൈ എന്നാൽ പ്രചോദനം നേടിക്കൊണ്ട്, ജസ്റ്റർ എന്നാൽ ഇവിടെ സ്നേഹപൂർവമായ പ്രവൃത്തി എന്നുള്ള അർത്ഥമാണ്, നല്ല മനസ്സിൻ്റെ പ്രകടനം. ഗുപ്താസ് ജസ്റ്റർ, ഗുപ്തയുടെ സ്നേഹപൂർവമായ പ്രവൃത്തി. മായ ഡിസൈഡഡ്, മായ തീരുമാനിച്ചു, ടു ഫോക്കസ് ഓൺ പോസിറ്റീവ് തിങ്സ് ഇൻ ഹെർ ലൈഫ്. ശ്രീമതി ഗുപ്തയുടെ സ്നേഹപൂർവമായ പ്രവൃത്തിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മായ തീരുമാനിച്ചു. മായ ഡിസൈഡഡ് എന്നാൽ മായ തീരുമാനിച്ചു. ടു ഫോക്കസ് ഓൺ എന്നാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, പോസിറ്റീവ് തിങ്സ് നല്ല കാര്യങ്ങളിൽ. ഡിസ്പൈറ്റ് എന്നാൽ എന്നിട്ട് പോലും, ഡിസ്പൈറ്റ് ഹെർ ഇൽനെസ് അവൾക്ക് അസുഖമായിരുന്നിട്ട് പോലും, ആൻഡ് ഹെർ ഫാമിലി സ്ട്രഗിൾ അവളുടെ കുടുംബത്തിന് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നിട്ട് പോലും, കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നിട്ട് പോലും, സ്ട്രഗിൾസ് എന്നാൽ കഷ്ടപ്പാടുകൾ. ഷീ ഹാഡ് എ ലവിങ് ഫാമിലി. അസുഖവും കുടുംബവും നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നിട്ടും, കുടുംബം നേരിടുന്ന ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നിട്ട് പോലും അവൾക്ക് സ്നേഹനിർഭരമായ ഒരു കുടുംബമുണ്ടായിരുന്നു. ഷീ ഹാഡ് എന്നാൽ അവൾക്ക് ഉണ്ടായിരുന്നു. സപ്പോർട്ടീവ് ഫ്രണ്ട്സ് പിന്തുണ നൽകുന്ന, സഹായിക്കുന്ന സുഹൃത്തുക്കൾ. ആൻഡ് എ കമ്മ്യൂണിറ്റി സമൂഹം. ദാറ്റ് റാലീഡ് അറൗണ്ട് ദം ഇൻ ദെയർ ടൈം ഓഫ് നീഡ് അവൾക്ക് സ്നേഹനിർഭരമായ ഒരു കുടുംബവും പിന്തുണ നൽകുന്ന സുഹൃത്തുക്കളും ആവശ്യ സമയത്ത് അവർക്കൊപ്പം ഉറച്ചു നിന്ന ഒരു സമൂഹവും ഉണ്ടായിരുന്നു. റാലീഡ് അറൗണ്ട് ദം എന്നാൽ അവർക്ക് പിന്തുണയുമായി ഒരുമിച്ച് നിന്നു എന്നുള്ള അർത്ഥമാണ്, സഹായത്തിനായി ഒത്തുചേർന്നു. ഇൻ ദെയർ ടൈം ഓഫ് നീഡ് ഇതിനർത്ഥം അവരുടെ ആവശ്യ സമയത്ത് എന്നുള്ള അർത്ഥമാണ്, പ്രതിസന്ധി ഘട്ടത്തിൽ. സ്ലോലി ബട്ട് ഷുവർലി സാവധാനമായിരുന്നെങ്കിലും ഉറപ്പായും വിശ്രമവും മരുന്നുകളും കുടുംബത്തിൻ്റെ സ്നേഹവും കൊണ്ട് മായയുടെ ആരോഗ്യം മെച്ചപ്പെടാൻ തുടങ്ങി. ബിഗാൻ ടു ഇംപ്രൂവ് എന്നാൽ മെച്ചപ്പെടാൻ തുടങ്ങി. മായാസ് ഹെൽത്ത് മായയുടെ ആരോഗ്യം. മെഡിക്കേഷൻ എന്നാൽ ചികിത്സ, മരുന്നുകൾ. ദ ലവ് ഓഫ് ഹെർ ഫാമിലി കുടുംബത്തിൻ്റെ സ്നേഹവും കരുതലും. സ്ലോലി ബട്ട് ഷുവർലി പതുക്കെയായിരുന്നെങ്കിലും ഉറപ്പായും. ഷീ റീഗെയിൻ ഹെർ സ്ട്രെങ്ത് ആൻഡ് വൈറ്റാലിറ്റി. റീഗെയിൻ എന്നാൽ തിരിച്ചെടുക്കുക എന്നുള്ള അർത്ഥമാണ്, പുനരാർജിക്കുക, വീണ്ടും നേടിയെടുക്കുക, പഴയ സ്ഥാനത്ത് മടങ്ങിയെത്തുക ഇതൊക്കെയാണ് അർത്ഥം. വൈറ്റാലിറ്റി എന്നാൽ ഓജസ്, ഉണർവ് ഇതൊക്കെയാണ് അർത്ഥം. ചൈതന്യം, ഊർജ്ജസ്വലത. അവളുടെ കരുത്തും അവളുടെ ഊർജ്ജസ്വലതയും അവൾ വീണ്ടെടുത്തു. ഷീ റിട്ടേൺ ടു സ്കൂൾ അവൾ സ്കൂളിലേക്ക് തിരിച്ചുപോയി. റീയുണൈറ്റഡ് വിത്ത് ഹെർ ഫ്രണ്ട്സ്. റീയുണൈറ്റ് എന്നാൽ വീണ്ടും യോജിക്കുക എന്നുള്ള അർത്ഥമാണ്. വീണ്ടും യോജിച്ചു, അവളുടെ സുഹൃത്തുക്കളുമായിട്ട് കൂടിച്ചേർന്നു. and resumed her favorite activities with a newfound appreciation for life's blessings. Resume എന്നാൽ അർത്ഥം വീണ്ടും തുടങ്ങുക എന്നുള്ള അർത്ഥമാണ്, പുനരാരംഭിക്കുക. resumed എന്നാൽ പുനരാരംഭിച്ചു. her favorite activities എന്നാൽ അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ. അവൾ വീണ്ടും സ്കൂളിലേക്ക് പോയി, സുഹൃത്തുക്കളുമായി വീണ്ടും ഒന്നിച്ചു. ജീവിതത്തിലെ അനുഗ്രഹങ്ങളും മൂല്യം പുതുതായി തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിച്ചു. സുഖം പ്രാപിച്ച ശേഷം മായ സ്കൂളിൽ തിരിച്ചെത്തി സുഹൃത്തുക്കളുമായി വീണ്ടും ഒത്തുചേർന്നു. ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളെ കൂടുതൽ വിലമതിച്ചുകൊണ്ട് അവൾ തൻ്റെ ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ വീണ്ടും ചെയ്യാൻ തുടങ്ങി. റിട്ടേൺ ടു സ്കൂൾ എന്നാൽ സ്കൂളിലേക്ക് തിരിച്ചെത്തി. റീയുണൈറ്റഡ് വിത്ത് ഹെർ ഫ്രണ്ട്സ് സുഹൃത്തുക്കളുമായി വീണ്ടും ഒന്നിച്ചു. റെസ്യൂംഡ് വീണ്ടും ആരംഭിച്ചു, പുനരാരംഭിച്ചു. ഫേവററ്റ് ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ. ന്യൂ ഫൗണ്ട് അപ്രീഷിയേഷൻ പുതുതായി തിരിച്ചറിഞ്ഞ വിലമതിക്കൽ, പുതുതായി ലഭിച്ച ബോധ്യം. ലൈഫ്സ് ബ്ലെസ്സിങ്സ് ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ. ബ്ലെസ്സിങ്സ് എന്നാൽ അനുഗ്രഹങ്ങൾ. മായ തൻ്റെ കഷ്ടകാലത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ, ബാഡ് ഡേയ്സ് എന്നാൽ മോശം ദിനങ്ങൾ, കഷ്ടപ്പാട് നിറഞ്ഞ ദിവസങ്ങൾ. ഷീ റിയലൈസ്ഡ് അവൾക്ക് മനസ്സിലായി ദാറ്റ് ദേ ഹാഡ് ടോട്ട് ഹെർ. ടോട്ട് എന്നാൽ ദേ ഹാഡ് ടോട്ട്
അവളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹാഡ് ടോട്ട് എന്നാൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വാല്യുബിൾ ലെസൺസ് വളരെ മൂല്യമുള്ള പാഠങ്ങൾ അവളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ മോശം ദിവസങ്ങൾ. എബൌട്ട് എന്നാൽ അതിനെ സംബന്ധിച്ച്. എബൌട്ട് റെസിലിയൻസ്, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൈൻഡ്നസ്. റെസിലിയൻസ് എന്നതിയുടെ അർത്ഥം മനോമാന്ദ്യത്തിൽ നിന്നും മറ്റും പെട്ടെന്ന് വിമുക്തമാകാനുള്ള കഴിവ് എന്നുള്ള അർത്ഥമാണ്. പൂർവസ്ഥിതി പ്രാപിക്കൽ. ഗ്രാറ്റിറ്റ്യൂഡ് എന്നാൽ കൃതജ്ഞത. ഇമ്പോർട്ടൻസ് ഓഫ് കൈൻഡ്നസ് എന്നാൽ അനുകമ്പയുടെ പ്രാധാന്യം. ആ കഴിഞ്ഞുപോയ കഷ്ടകാല ദിവസങ്ങൾ തന്നെ സഹിഷ്ണുത, നന്ദിയുള്ള മനോഭാവം, ദയയുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അത് തിരിച്ചറിഞ്ഞു. വാല്യുബിൾ ലെസൺസ്, വിലപ്പെട്ട പാഠങ്ങൾ. റെസിലിയൻസ്, പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത്, തിരിച്ചറിയാനുള്ള കഴിവ്. ഷീ വൗഡ് ടു ചെരിഷ് എവറി മൊമെൻറ്റ്. വൗഡ് ടു എന്നാൽ ശപഥം ചെയ്തുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. ചെരിഷ് എന്നാൽ പരിപോഷിപ്പിക്കുക, മനസ്സിൽ താലോലിക്കുക, വിലപ്പെട്ടതായി കരുതുക, ഇതൊക്കെയാണ് അർത്ഥം. ഈവൻ ദ ഡിഫിക്കൽട്ട് വൺസ്, പ്രയാസകരമായ നിമിഷങ്ങളിൽ പോലും എന്നുള്ള അർത്ഥം. ഡാർക്കസ്റ്റ് ടൈംസ്, ഏറ്റവും ഇരുണ്ട, ഏറ്റവും കഠിനമായ സമയങ്ങൾ. ഹോപ്പ് എന്നാൽ പ്രത്യാശ. എവറി മൊമെൻ്റ് എന്നാൽ ഓരോ നിമിഷവും. വൗഡ് എന്നാൽ സ്വയം വാക്കു നൽകി, ദൃഢനിശ്ചയം ചെയ്തു. ആൻഡ് ടു ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ് ദർ ഈസ് ഹോപ്പ്. ദർ ഈസ് ഹോപ്പ് എന്നാൽ പ്രതീക്ഷയുണ്ട്. ടു ഓൾവേസ് റിമെമ്പർ, എപ്പോഴും ഓർമ്മിക്കുക. ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് ടൈംസ്, ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ പോലും. പ്രയാസകരമായ നിമിഷങ്ങൾ ഉൾപ്പെടെ ജീവിതത്തിലെ ഓരോ നിമിഷവും വിലമതിക്കുമെന്നും ഏറ്റവും ഇരുണ്ട സമയങ്ങളിൽ പോലും പ്രത്യാശയുണ്ടെന്ന കാര്യം എപ്പോഴും ഓർക്കണമെന്നും അവൾ ദൃഢനിശ്ചയം ചെയ്തു. കഷ്ടതകൾ നിറഞ്ഞ നിമിഷങ്ങളെപ്പോലും ജീവിതത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ വിലമതിക്കാനും എത്ര ഇരുണ്ട സമയമായാലും പ്രത്യാശ ഒരിക്കലും അസ്തമിക്കില്ലെന്ന് എപ്പോഴും ഓർക്കാനും അവൾ തീരുമാനിച്ചു. ജീവിതത്തിലെ ഓരോ നിമിഷവും സ്നേഹത്തോടെ സ്വീകരിക്കണമെന്നും ഏറ്റവും പ്രയാസകരമായ ഘട്ടങ്ങളിൽ പോലും പ്രത്യാശയ്ക്ക് ഇടമുണ്ടെന്നും അത് ഒരിക്കലും മറക്കരുതെന്നും അവൾ അവൾക്കു തന്നെ വാക്കു നൽകി.